രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാജിവെച്ചേക്കും. നാളെ രാവിലേക്കകം രാജി ഉണ്ടാകണമെന്നാണ് നേതൃത്വം പറയുന്നത്. വിവാദം അവസാനിപ്പിച്ച് ഈ പറഞ്ഞ പാർട്ടി മുന്നോട്ട് വെച്ച പ്രചരണ വിഷയങ്ങളിലേക്ക് കടക്കാനുമാണ് ധാരണ. ശ്രീത്ത് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീത്ത്, ഈ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചെങ്കിൽ അത് രാഹുലിനുള്ള ധാർമ്മിക പിന്തുണയായിരുന്നില്ല, അത് വേറൊരു കൈൻഡ് ഓഫ് ആശങ്കയായിരുന്നു പറഞ്ഞാൽ ഇപ്പോൾ രാജിവെച്ചു കഴിഞ്ഞാൽ BJP വളരെ പെട്ടെന്ന് തന്നെ പാലക്കാട് ഒരു പക്ഷേ ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും രണ്ടാം സ്ഥാനം നിൽക്കുന്ന BJP ഒരുപക്ഷെ ഇതുണ്ടാക്കുന്ന ഓളത്തിൽ ജയിച്ചു കയറി പോകും എന്നുള്ള ഒരു ആശങ്കപ്പുറത്താണ് രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ബൈ ഇലക്ഷൻ വരികയാണെങ്കിലും എന്ത് രാഷ്ട്രീയ ഇമ്പാക്റ്റ് കോൺസിക്വൻസ് ഉണ്ടാവുകയാണെങ്കിലും രാജി എന്നതിലേക്ക് KPCC ഒറ്റ ശബ്ദത്തിലെത്തിയത് എങ്ങനെയാണ് ശ്രീജിത്ത്? ഹാഷ്മി, KPCC നേതൃത്വത്തിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. ഫോൺ വഴിയാണ് KPCC അധ്യക്ഷൻ CLP നേതാവായ VD സതീശനുമായും ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ തുടങ്ങിയവരുമായി ആശയവിനിമയം നടത്തുന്നത്. ഈ ആശയവിനിമയത്തിനൊടുവിലാണ് ഹൈക്കമാൻഡിനെ നിലപാട് അറിയിക്കാനുള്ള തീരുമാനത്തിലെത്തിയത്. ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ രാജിവെച്ചില്ലെങ്കിൽ രാജി ആവശ്യപ്പെടാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് വരും. ഇന്ന് വൈകുന്നേരം തന്നെ രാജി ഉണ്ടാകണം എന്നതാണ് നേതൃത്വം മുന്നോട്ട് വെക്കുന്ന താല്പര്യം. കാരണം വിവാദം ഇനി നീട്ടിക്കൊണ്ടുപോകുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ സാധ്യതകളെ ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ച പോലെ വോട്ടധികാർ യാത്രയായും ബന്ധപ്പെട്ടും സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ അതിശക്തമായ പ്രചരണം നടക്കേണ്ട ഘട്ടമാണിത്. എന്നാൽ ആ ഘട്ടത്തിലൊക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചാ വിഷയങ്ങൾ മാറ്റി പാർട്ടി മുന്നോട്ട് വെക്കുന്ന നിർണായകമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ചയാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ഇനി ഒരു നിമിഷം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ രാജി ഉണ്ടാകും എന്ന വിവരമാണ് പാർട്ടിക്കകത്ത് നിന്ന് കോൺഗ്രസിനകത്ത് നിന്ന് ലഭിക്കുന്നത്. നാളേക്ക് രാവിലേക്കകം രാജി സ്പീക്കർക്ക് കൈമാറണമെന്ന താല്പര്യമാണ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. അതിനപ്പുറം കാര്യങ്ങൾ പോകരുത് എന്ന കർശനമായ നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.